നമസ്കാരം. ശ്രീ ധർമ്മശാസ്താവിൻ്റെ മന്ത്രങ്ങൾ കൊണ്ട് ധന്യമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ ശബരീശന് അഭിഷേകത്തിനുള്ള നെയ്യ് നിറയ്ക്കാൻ തേങ്ങ തിരഞ്ഞെടുക്കുന്നതിന് കാരണമുണ്ട്. തേങ്ങയ്ക്ക് ചില സങ്കല്പങ്ങളുണ്ട്. തേങ്ങയുടെ കീഴ്ഭാഗത്ത് ബ്രഹ്മാവും സരസ്വതിയും, മധ്യത്തിൽ വിഷ്ണുവും ലക്ഷ്മിയും, കണ്ഠത്തിൽ ശിവനും പാർവതിയും, മുകളിൽ സകല ദേവീദേവന്മാരും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. മനസാ വാചാ കർമ്മണ ചെയ്ത സർവകർമ്മങ്ങളെയും ശുദ്ധീകരിച്ച് നിർമ്മലമായ ഭക്തിയോടെ നെയ്യ് ദേവന് വേണ്ടി തേങ്ങയിൽ നിറയ്ക്കുന്നു. നെയ്യ് നിറയ്ക്കുമ്പോൾ മന്ത്രമായി ശരണം വിളിച്ചു വേണം ചെയ്യാൻ. ആഗ്രഹങ്ങളും നാനാതരത്തിലുള്ള ചിന്തകളും ഭാരവും കൊണ്ട് കാഠിന്യമേറിയ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നതാണ് തേങ്ങയുടെ പുറംതോട്. ശരീരത്തിനുള്ളിലെ ഉൾക്കാമ്പിലിരിക്കുന്ന വിഷയാസക്തികളെ കഴുകിക്കളഞ്ഞ് പരമപ്രേമ ഭക്തിയാകുന്ന നെയ്യ് നിറയ്ക്കുന്നു. അഭിഷേകത്തിനുള്ള നെയ്യ് പരിശുദ്ധമായിരിക്കണം. ഭക്തിയുടെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് അത്. തേങ്ങയിലെ നെയ്യ് ജീവാത്മാവിൻ്റെ പ്രതീകമാണ്. ആ ജീവാത്മാവ് പരമാത്മാവായ അയ്യപ്പനിൽ ലയിച്ചു ചേരുന്നതാണ് നെയ്യ് അഭിഷേകത്തിന് പിന്നിലെ അനുഷ്ഠാനം. ജീവാത്മാവ് വേറിട്ട ശരീരം അഗ്നിക്ക് സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായാണ് തേങ്ങാമുറികൾ ആഴിയിലിട്ട് ഭസ്മീകരിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെയകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. അടുത്തതായി രാമായണ ദർശനം. ഗുഹാമുഖത്ത് കാവൽ നിന്ന സുഗ്രീവൻ രാക്ഷസനായ മായാവിയുടെ മായയാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ബാലി മരിച്ചെന്ന് കരുതി ഗുഹാമുഖം അടച്ചു.
അത്യന്തം ദുഃഖിതനായി കിഷ്കിന്ധയിലെത്തിയ സുഗ്രീവനെ പ്രജകൾ രാജാവാക്കി. എന്നാൽ ഗുഹാകവാടം തുറന്നു വന്ന ബാലി സുഗ്രീവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമ സുഗ്രീവ സഖ്യം കഴിഞ്ഞു. ബാലിയുമായി തനിക്ക് വൈരമുണ്ടായ ചരിതം ശ്രീരാമനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് സുഗ്രീവൻ. മായാവി എന്ന അസുരൻ ബാലിയെ വെല്ലുവിളിച്ചത്, ബാലി മായാവിയെ അടിക്കാൻ വേണ്ടി ഓടിയതും കൂടെ സുഗ്രീവനും ഓടിയതും, രണ്ടുപേര് വരുന്നത് കണ്ട് ഭയപ്പെട്ട് മായാവി ഗുഹയിൽ പ്രവേശിച്ചു. ബാലിയുടെ നിർദ്ദേശമനുസരിച്ച് താൻ ഗുഹയ്ക്ക് പുറത്ത് കാവൽ നിന്നു. ആ ഒരു ഭാഗമാണ് നമ്മൾ എത്തിച്ചേർന്നത്. ദാനവൻ ചെന്നു ഗുഹയിലുൾപ്പൊക്കിയതു വാനരശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ, ഞാനിതിൽ പൊക്കിയവൻ തന്നെയൊടുക്കുവൻ, നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഇത്തം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും, തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ. ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധപുക്കീടിനൻ മർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ജ്യേഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് താൻ ഗുഹയ്ക്ക് കാവൽ നിന്നു. ഈ ഭാഗത്ത് വലിയൊരന്തരം വാൽമീകി രാമായണവുമായിട്ടുള്ളത് സൂചിപ്പിക്കട്ടെ. കിളിപ്പാട്ടിൽ പറയുകയാണ്, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ പ്രവേശിക്കാം, നീ ഗുഹാദ്വാരത്തിൽ കാവൽ നിൽക്കൂ. അസുരൻ മരിച്ചാൽ പാലാണ് പുറത്തേക്ക് വരിക, ഞാനാണ് മരിക്കുന്നതെങ്കിൽ ചോര വരും. അങ്ങനെ ചോര കണ്ടാൽ നീ ഗുഹാദ്വാരം അടച്ച് വേഗം പൊയ്ക്കൊള്ളുക എന്ന് എന്നോട് ജ്യേഷ്ഠൻ പറഞ്ഞു. ഇങ്ങനൊരു പരാമർശം നമുക്ക് മൂലത്തിൽ കാണാൻ സാധ്യമല്ല വാൽമീകീയത്തിൽ. എന്നാൽ അസുരൻ മരിച്ചാൽ പാല് പുറത്തു വരുമെന്നുള്ളത് അങ്ങനെ ഒരു സ്ഥാനത്തും പരാമർശിച്ചിട്ടുള്ളതുമല്ല. മറിച്ച് സംഭവിച്ചതായി അവിടെ പറയുന്നത്, സുഗ്രീവനോട് പുറമെ കാവൽ നിൽക്കാൻ പറഞ്ഞു. ബാലി അകത്തേക്ക് യുദ്ധത്തിന് പോയി. അതിഘോരമായ യുദ്ധാനന്തരം മായാവി കൊല്ലപ്പെട്ടു. ആ മായാവിയുടെ രക്തം കൊണ്ട് ഗുഹ മുഴുവൻ നിറഞ്ഞു. ബാലിക്ക് പുറത്തു വരാൻ കഴിയാതെയായി. വളരെ നാൾ പുറത്ത് കാവൽ നിന്നിട്ടും ജ്യേഷ്ഠൻ വരാത്തത് കണ്ട്, ഒഴുകി വരുന്ന രക്തം കണ്ട് ജ്യേഷ്ഠൻ മരിച്ചെന്ന് നിശ്ചയിച്ച് സുഗ്രീവൻ മടങ്ങുകയാണ്. അപ്പോൾ ഈ പാല് വരിക എന്നുള്ളത് വാൽമീകീയത്തിൽ പറയാത്ത വിഷയമാണ്. അതൊരു യുക്തിക്ക് നിരക്കുന്നതുമല്ല. ഏതായാലും ബാക്കി ഭാഗം സമാനമാണ്. വളരെ കാലം കാവൽ നിന്നതിന് ശേഷം രക്തപ്രവാഹം കണ്ട് താൻ ജ്യേഷ്ഠൻ മരിച്ചെന്നുറപ്പിച്ച് ഗുഹാദ്വാരം അടച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ തിരിച്ച് കിഷ്കിന്ധയിലെത്തിയ തന്നെ
രാജാവായി മറ്റെല്ലാവരും കൂടി അഭിഷേകവും ചെയ്തു. ഈ ഒരു പൂർവ്വവൃത്താന്തമാണ് സുഗ്രീവൻ പറയുന്നത്. ചെന്നിതു കാലം കുറഞ്ഞെന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളെ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. ഋഷ്യമൂകാചലെ വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. അങ്ങനെ ഞാൻ കിഷ്കിന്ധയിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മഹാബലശാലിയായ ബാലി വരികയും ഞാൻ ജ്യേഷ്ഠനെ ചതിയായിട്ട് കൊല്ലാൻ വേണ്ടി ഗുഹാദ്വാരം അടച്ചതാണെന്ന് കരുതി എന്നോട് ക്രുദ്ധനായി കൊല്ലുവാൻ ഓടി അടുക്കുകയും ചെയ്തു. ഭയഭീതനായ താൻ പലയിടത്തും ഓടിയെങ്കിലും ഒരിടത്തും രക്ഷ കിട്ടിയില്ല. അവസാനം ഈ ഋഷ്യമുഖാചലത്തിൽ അവിടെ ഒരു കാരണവശാലും ബാലി വരികയില്ല എന്ന ഉറപ്പുള്ളതിനാൽ വന്ന് താമസിക്കുകയാണ്. ഹേ വിശ്വനാഥ പ്രഭോ എന്ന് മാത്രമല്ല, മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിന ആരൂഢരാഗം മമ വല്ലഭ തന്നെയും. തൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്നു എന്ന് മാത്രമല്ല, തൻ്റെ പ്രിയ പത്നിയെ ആ മൂഢനായ ബാലി ബലപൂർവകം പരിഗ്രഹിച്ച് കഴിയുകയാണ്. ഇങ്ങനെ തൻ്റെ ക്ലേശത്തെക്കുറിച്ച് സുഗ്രീവൻ വിസ്തരിക്കുന്ന ഭാഗമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ബാലി വളരെ നല്ല രാജാവായിരുന്നുവെങ്കിലും തൻ്റെ അനുജനായ സുഗ്രീവൻ തെറ്റിദ്ധാരണയിലൂടെ ചെയ്തു പോയ തെറ്റ് ക്ഷമിക്കാൻ പോലും തയ്യാറായില്ല. മാത്രവുമല്ല, അനുജൻ്റെ ഭാര്യയെ സ്വന്തമാക്കുക കൂടി ചെയ്തു. മോഹഭംഗം വിവേകത്തെ നശിപ്പിക്കുന്നത് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ബാലി ഒരു ഉദാഹരണമാണ്. തുടർന്ന് സനാതനധർമ്മം. മതം എന്നത് മനുഷ്യനിൽ തന്നെയുള്ള ദിവ്യതയുടെ സാക്ഷാത്കാരമാണ്. മതത്തിൻ്റെ ശുദ്ധി വ്യക്തിയുടെ ശുദ്ധിയാണ്. എത്രത്തോളം മനസ്സിന് ശുദ്ധിയുണ്ടോ അത്രത്തോളം ആ ദിവ്യത അനുഭവിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമിനി അതുല്യാമൃത പ്രാണ. ഓം അമൃതേശ്വരി നമഃ. മതത്തിൻ്റെ സത്ത വ്യക്തിയുടെ ശുദ്ധിയിലാണ്. നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിദ്യാസമ്പന്നർ ഉൾപ്പെടെ മതത്തെക്കുറിച്ച് വികലമായ സങ്കല്പങ്ങളും ധാരണകളും വെച്ചു പുലർത്തുന്നവരാണ്. മതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെന്ന് സാരം. മതങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മതം എന്നാൽ എന്താണ്? എന്തിനു വേണ്ടിയാണ്? മതമെന്നത് സ്വാനുഭവമാണ്, സ്വകാര്യം. പ്രപഞ്ചമാകെ ഒന്നാണെന്ന അനുഭവം. അത് വിശ്വസ്നേഹമാകുന്ന പൊൻചരടിനാൽ മാനവരാശിയെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സൂത്രേ മണിഗണ ഇവ. ഓരോ മണിയും മതമോ മതശാഖയോ ആണ്. അതിലൂടെ ഓടുന്ന നൂൽ ഈശ്വരീയ ശക്തിയാണ്. വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത നാമങ്ങളിൽ നിലകൊള്ളുന്ന വസ്തുക്കൾക്ക് പിന്നിൽ ഏകമായ ചൈതന്യ വസ്തുവാണ് എന്നുള്ള തിരിച്ചറിവാണ് ആധ്യാത്മികത. അപ്പോഴേ യൂണിറ്റി, യൂണിഫോമിറ്റി, ഐക്യഭാവന ഉണ്ടാവൂ. എൻ്റെ മതം മാത്രം ശ്രേഷ്ഠമെന്ന് പറയുന്നവർക്ക് ഐക്യഭാവന ഉണ്ടാവില്ല. അടിച്ചേൽപ്പിക്കുന്ന ഐക്യം പ്രകൃതി വിരുദ്ധമാണ്. അത് നിലനിൽപ്പില്ലാത്തതുമാണ്. മതം ഈശ്വരാനുഭൂതിക്കുള്ളതാണ് എന്ന് നിലവിട്ട് വെറും സിദ്ധാന്തങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും സ്നേഹിച്ചു തുടങ്ങുന്നതോടെ മതമൗലികവാദം മുളയെടുത്തു തുടങ്ങും. തൻ്റെ മതത്തിനോട് മമതയേറുമ്പോൾ തൻ്റെതല്ലാത്ത മതത്തിനോട് വെറുപ്പും അസഹിഷ്ണുതയും സ്വാഭാവികമായി ജനിക്കുന്നു. മനുഷ്യ മനസ്സിന് പരിവർത്തനം വരാത്തിടത്തോളം കാലം മുക്തിയില്ല എന്നുള്ളതാണ് സത്യം. സന്ദർഭത്തിനനുസരിച്ച് മാറ്റിമറിക്കാവുന്ന അർത്ഥത്തോടു കൂടിയ ഒരു വാക്കാണ് മതം. അഭിപ്രായം എന്ന ലളിതമായ അർത്ഥത്തിൽ തുടങ്ങി ഗഹനമായ ആത്മസാക്ഷാത്കാരം എന്ന അർത്ഥം വരെ
എത്തിച്ചേരുന്ന പദപ്രയോഗമാണ് മതം. മന് എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് മതം. അറിയപ്പെട്ടത്, അറിഞ്ഞത് എന്നർത്ഥം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, മതം എന്നത് മനുഷ്യനിൽ തന്നെയുള്ള ദിവ്യതയുടെ സാക്ഷാത്കാരമാണ്. മതത്തിൻ്റെ ശക്തി വ്യക്തിയുടെ ശുദ്ധിയാണ്. എത്രത്തോളം മനസ്സിന് ശുദ്ധിയുണ്ടോ അത്രത്തോളം ആ ദിവ്യതയെ അനുഭവിക്കുവാൻ കഴിയും. മതാചാര്യന്മാരുടെ ശക്തിയും പരിശുദ്ധിയിലാണ് ഇരിക്കുന്നത്. ദൈവികമായ നിറവ് അന്തരംഗത്തിൽ അനുഭവപ്പെടണമെങ്കിൽ മനസ്സ് പവിത്രമാവണം, പരിശുദ്ധമാകണം. പരിശുദ്ധമായ സാധനാ മാർഗങ്ങളിലൂടെ ഉയർന്നു വന്ന ആചാര്യന്മാർ ഈശ്വരനെ അല്ലാതെ ഒന്നിനെയും കണ്ടിരുന്നില്ല. ഈ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസമോ സ്പർദ്ധയോ ഇല്ല. ഇങ്ങനെ സ്വാത്മാവിനെ ഉയർത്തിയ അവർക്ക് എല്ലാം ആത്മസ്വരൂപമാണ്. അവരുടെ പ്രവൃത്തികൾ ലൗകികമാവട്ടെ ആധ്യാത്മികമാകട്ടെ എല്ലാം പ്രേമത്തിൽ അടിയുറച്ചതായിരിക്കും. അനുഭൂതിയായി മാറേണ്ട മതം കാലക്രമേണ മതത്തിൻ്റെ സത്തയിൽ നിന്നകന്ന് മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ മതത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ സങ്കുചിതമായി അധപ്പതിച്ചു. ഓരോരുത്തരും വിചാരിക്കുന്നു സ്വന്തം വാച്ച് മാത്രം ശരി, സ്വന്തം വഴി മാത്രം ശരി എന്ന ആശയങ്ങളെ ഉയർത്തുന്ന ഭ്രാന്തൻ മതങ്ങൾക്കുള്ളിൽ കിടന്ന് ആധ്യാത്മികത ചീഞ്ഞു നാറുന്നു. മതത്തിൻ്റെ മുൾവേലിക്കകത്ത് മനുഷ്യനെ കൊടുക്കരുത്. മതം മനുഷ്യന് വേണ്ടിയാവണം, മനുഷ്യൻ മതത്തിന് വേണ്ടിയാകരുത്. അമ്മ ഭജനയിൽ പാടാറുള്ളത് പോലെ മതവും ജാതിയും ഇവിടെയും മർത്യൻ്റെ മതമുണർത്താൻ മാത്രം ഉപകരിച്ചു. മനുഷ്യ ജീവിതം കൊടുങ്കാറ്റിൽപ്പെട്ട ചെറു തോണിയല്ല. അവൻ്റെ ഉള്ളിൽ ശുദ്ധ നിരുപാധിക ശക്തിയാണ് ഉള്ളത്. സിദ്ധാന്തം പ്രസംഗിക്കാനും വാദിക്കാനും കൊള്ളാം. സിദ്ധാന്തം പിഴിഞ്ഞാൽ അനുഭൂതി കിട്ടില്ലല്ലോ. ഓരോ മതത്തിൻ്റെയും പേരിൽ ശാസ്ത്രവാക്യങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവിടെ ധാർമ്മികമായ മൂല്യങ്ങളാണ് ചവിട്ടി അരയ്ക്കപ്പെടുന്നത്. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, കുട്ടികൾ മതം പഠിക്കണമെന്നില്ലല്ലോ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശം എടുത്തു കാട്ടി മതം വേണ്ട എന്ന് വാദിക്കുന്നവരുമുണ്ട്. ശരിയായ മതബോധമില്ലാതെ മനുഷ്യൻ നന്നാവുമോ? മതതത്വങ്ങളാണ് മനുഷ്യനെ നന്നാക്കുന്നത്. വൈദ്യൻ ഏതായാലും രോഗം മാറണം എന്ന് പറഞ്ഞാൽ വൈദ്യം വേണ്ട എന്നല്ലല്ലോ. വൈദ്യനില്ലാതെ രോഗം മാറില്ല എന്ന് വ്യക്തമാണല്ലോ. മനുഷ്യൻ്റെ മനസ്സ് നന്നാക്കുവാൻ മതത്തിനേ കഴിയൂ. മനസ്സ് നന്നായാൽ എല്ലാം നന്നായി. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കെല്ലാം അതിൻ്റെതായ സ്ഥാനം നൽകി സ്വന്തം മാർഗത്തെ മുറുകെ പിടിക്കാനും അതിലൂടെ പുരോഗമിക്കാനുമുള്ള അവസരത്തെയാണ് കാണിച്ചു തരുന്നത്. സനാതനധർമ്മത്തിൻ്റെ ശക്തി യുക്തിയിലാണ്. അതിനനുസരിച്ച് നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കാനുള്ള അറിവ് വേണം. യഥാർത്ഥ മതത്തിൽ മാറ്റമില്ല. ആത്മാവ് എന്തു മാറ്റമാണോ ഉൾക്കൊള്ളേണ്ടത്, എന്തായി തീരാനാണോ ഇച്ഛിക്കുന്നത്, അത് ആവലും ആയിത്തീരലുമാണ് യഥാർത്ഥ മതം. യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്ന ഈ വാക്കുകൾ മതചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് എന്ന് പറയാം. അല്ലയോ അർജുന, ഓരോരുത്തരും എന്നെ ഓരോ തരത്തിൽ അറിഞ്ഞു ഉപാസിക്കുന്നു. അവരുടെ ഉപാസനയ്ക്കനുസരിച്ച് ഞാൻ അവരെ അപ്രകാരം അനുഗ്രഹിക്കുന്നു. മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ വഴിയെ അനുസരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അന്തിമമായി എല്ലാ മനുഷ്യരും എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്. ഉദാഹരണമായി സമുദ്രത്തിൻ്റെ ഏതു ഭാഗം തൊടുന്നവനും മഹാസമുദ്രത്തെ തന്നെയാണ് തൊടുന്നത്. ഏത് നാമരൂപത്തിൽ കൂടി ഉപാസിച്ചാലും ഒരേ ഈശ്വരനെ തന്നെയാണ് പ്രാപിക്കുന്നത്. ഈ ആശയം സാർവത്രികമായ മതസ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരമാണ്. ഇതനുസരിച്ച് ഓരോ മതത്തിനും അതാതിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയി ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ മതചിന്തയുടെ അടിസ്ഥാന ശില. അമ്മ പറയുന്നു, മതത്തിനു വേണ്ടി മരിക്കുവാൻ ആയിരങ്ങളുണ്ട്, എന്നാൽ മതതത്വങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ ആരുമില്ല. മനുഷ്യൻ മതത്തെ നന്നാക്കുകയല്ല, മനുഷ്യനെ നന്നാക്കുകയാണ് മതം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മെ ഒന്നാക്കുന്ന നന്നാക്കുന്ന കാരുണ്യത്തിൻ്റെ ഭാഷയായ മതത്തിന് ഒരിക്കലും സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അമ്മയുടെ മതം സ്നേഹമാണ്.
ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ സ്നേഹത്തിലൂടെ കഴിയൂ. സൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനും സാഹോദര്യത്തിനും സമത്വത്തിനുമുള്ള പ്രേരക ശക്തിയായി മതാശയങ്ങൾ വളരട്ടെ. ഓം അമൃതേശ്വരിയെ നമഃ. മതത്തിനു വേണ്ടി മരിക്കാൻ ആയിരങ്ങളുണ്ട്. എന്നാൽ മതങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവർ നന്നേ കുറവാണ്. മനുഷ്യൻ മതത്തെ നന്നാക്കുകയല്ല വേണ്ടത്, മനുഷ്യനെ നന്നാക്കുന്നതാണ് മതം എന്ന ബോധം എല്ലാവരിലും ഉണ്ടാകണം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे प्रभु प्राणनाथं विभुं विश्वनाथं